ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ലോഗിൻ പേജ് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഒരു ലോഗിൻ പേജിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു യൂസർ നെയിം, പാസ്വേഡ് ഫീൽഡ് ഉണ്ടാകും, എന്നിട്ട് ഒരു സബ്മിറ്റ് ബട്ടണും ഉണ്ടാവും. ഇത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. യൂസർ നെയിം എന്ന് കൊടുക്കുന്നതിന് പകരം ഇമെയിൽ ID എന്ന് വേണമെങ്കിൽ കൊടുക്കാം, മൊബൈൽ നമ്പർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ലോഗിൻ പേജാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്തൊക്കെ ഫീൽഡ്സ് ഉണ്ട്? യൂസർ നെയിമും ഉണ്ട്, പാസ്വേഡും ഉണ്ട്, അത് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്, ദെൻ ഒരു സബ്മിറ്റ് ബട്ടണും ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു പേജ് ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മളോട് പറയുവാണെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എന്തെടുത്തു? HTML എഴുതാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് പാഡ് എടുത്തു. നോട്ട് പാഡിൽ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ടാഗ് എന്തായിരിക്കും? HTML ടാഗ് ആയിരിക്കും. സോ HTML ടാഗ് എഴുതി. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ എന്തെഴുതും? ആദ്യമേ നമ്മൾ എന്തെഴുതും? ഹെഡ് എഴുതും. ഹെഡ് ടാഗ് എഴുതി. ടാഗൊക്കെ എഴുതുമ്പോൾ തന്നെ അതിൻ്റെ ക്ലോസിംഗ് ടാഗ് ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുകയാണെങ്കിൽ തെറ്റിപ്പോകത്തില്ല. ദെൻ ടൈറ്റിൽ എഴുതി. ടൈറ്റിൽ എന്താണ്? ലോഗിൻ പേജ് എന്ന് കൊടുക്കാം. ടൈറ്റിൽ ക്ലോസ് ചെയ്തു. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ എന്താണ്? ബോഡിയാണ് എഴുതാനായിട്ട് പോകുന്നത്. ബോഡി. അതിൻ്റെ അകത്ത് നമ്മൾ എന്തെഴുതണം? ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കുക കേട്ടോ എല്ലാം. ഫോം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടാഗിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കണം? ഫോം ടാഗിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയും തുടക്കത്തിൽ നമ്മൾ ഇത്ര എഴുതി. ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ളത് ചെയ്യാം. ഓരോന്നായിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് തെറ്റിപ്പോകത്തില്ല. ആദ്യം എന്ത് എഴുതണം? സാമ്പിൾ ലോഗിൻ പേജ് എന്ന് എഴുതണം. അത് നമുക്ക് എഴുതാം. സാമ്പിൾ ലോഗിൻ പേജ്, അല്ലെങ്കിൽ പേജ് എന്നോ ഫ്രെയിം എന്നോ എന്ത് വേണേലും എഴുതാം. ഇനി ഇത് എന്തായിട്ട് കൊടുക്കണം? നല്ല ഫോൺ സൈസിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ ഉള്ളിൽ കൊടുക്കണം? H1 ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കണം. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ എളുപ്പം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുകയും ചെയ്യും. നാളെ എക്സാമിന് നിങ്ങൾ നോക്കുമ്പോൾ ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ സാമ്പിൾ ലോഗിൻ പേജിൽ നിന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്ത നമുക്ക് എന്ത് വേണം? യൂസർ നെയിമും പിന്നെ ഒരു ടെക്സ്റ്റ് ബോക്സും വേണം അല്ലേ? നമുക്ക് എഴുതാം. എഴുതാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? താഴെ വരണം. താഴെ വരണമെങ്കിൽ എന്ത് കൊടുക്കണം? BR ടാഗ് യൂസ് ചെയ്യണം. BR ടാഗ് യൂസ് ചെയ്ത് പുതിയ ലൈനിലേക്ക് വന്നു. പുതിയ ലൈനിൽ നമ്മൾ എന്ത് എഴുതി? യൂസർ നെയിം എന്ന് എഴുതി. യൂസർ നെയിം എന്ന് എഴുതി. അതേപോലെ തന്നെ നമുക്ക് തൊട്ട് താഴത്തെ ലൈനിൽ നമുക്ക് എന്ത് വരണം? ഒരു ലൈൻ ഇട്ടു. ഒരു ലൈൻ ഇട്ടിട്ട് നമ്മൾ എന്തെഴുതി? പാസ്വേഡ് എന്ന് എഴുതി. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടു നോക്കാം. യൂസർ നെയിമും പാസ്വേഡും വന്നു അല്ലേ? ഇപ്പോൾ സാമ്പിൾ ലോഗിൻ പേജ് കഴിഞ്ഞ് കുറച്ചും കൂടെ സ്പേസ് വേണം നമുക്ക് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ചും കൂടെ സ്പേസ് വേണം തോന്നുവാണെങ്കിൽ ഒരു BR ഒരു ലൈനും കൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി BR ടാഗ് ഇട്ടാൽ മതിയായിരിക്കും. അപ്പം പുതിയ ലൈനിലേക്ക് വന്നോളൂ. ഓക്കെ. അപ്പോൾ അത് കാര്യങ്ങൾ ശരിയാണ്. ഇനി നമുക്ക് എന്ത് വേണം? ടെക്സ്റ്റ് ബോക്സ് വേണം അല്ലേ? ഇവിടെ കണ്ടായിരുന്നോ? ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു. ആ ടെക്സ്റ്റ് ബോക്സ് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് എഴുതാം. ടെക്സ്റ്റ് ബോക്സ് എഴുതണത് എങ്ങനെയാ? ഇൻപുട്ട് ടൈപ്പ് പറയണം അല്ലേ? ഇൻപുട്ട് സ്പേസ് ഇട്ടിട്ട് വേണം എന്ത് പറയാൻ? ടൈപ്പ് പറയാൻ. എന്താണ് നമുക്ക് വേണ്ടത്? ടെക്സ്റ്റ് ബോക്സ് ആണ് വേണ്ടത്. അപ്പോൾ അത് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക? ടെക്സ്റ്റ് ബോക്സ് എന്ന് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സ്പേസ് വേണ്ട, ടെക്സ്റ്റ് ബോക്സ് മതി. നെയിം വേണമെങ്കിൽ കൊടുക്കുക. നെയിം ഇട്ടിട്ട് നെയിം നമ്മൾ എന്ത് തന്നെ കൊടുക്കുക? യൂസർ നെയിം എന്ന് കൊടുക്കുക. യൂസർ നെയിം എന്ന് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ. ഇവിടെ ചെറുതായിട്ട് ആംഗിൾ ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്താലും മതിയായിരിക്കും. ഒരെണ്ണം നമുക്ക് എഴുതി. ഇനി നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. ഒരു ടെക്സ്റ്റ് ബോക്സ് വന്നിട്ടുണ്ട്. കറക്റ്റാണ്. നമുക്കിവിടെ എൻ്റർ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് ചെയ്യണം. ഇത് നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പം ഇതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഔട്ട്പുട്ടും കിട്ടും, തെറ്റിപ്പോകത്തില്ല. അടുത്തത് പാസ്വേഡാണ്. പാസ്വേഡ് നമ്മൾ എന്ത് പറഞ്ഞു? ഇൻപുട്ട് കൊടുക്കുക, ടൈപ്പ് കൊടുക്കുക, ടെക്സ്റ്റ് ബോക്സ് കൊടുക്കുക,
അടുത്ത സ്പേസ് ഇട്ടിട്ട് നെയിം കൊടുക്കുക. നെയിം എന്താണ്? പാസ്വേഡ് ആണ്. ഓക്കെ, അതും ക്ലോസ് ചെയ്തു. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, 2 ടെക്സ്റ്റ് ബോക്സ് നമുക്ക് കിട്ടി. ശരിയായി. പക്ഷെ ഇവിടെ ഒരു കാര്യം നോക്കിക്കേ, പാസ്വേഡിൽ എൻ്റർ ചെയ്യുമ്പോൾ കണ്ടോ കറക്റ്റ് ആയിട്ട് ലെറ്റേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ വരാൻ പാടുണ്ടോ? പാടില്ല. കാരണം എന്താ? പാസ്വേഡ് എപ്പോഴും എന്ത് ചെയ്തു? മാസ്ക് ചെയ്തേ വരാവുള്ളൂ. യൂസർ നെയിം കറക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വരാം അല്ലെ? ഒരു abc@gmail.com ഒക്കെ നമുക്ക് യൂസർ നെയിം വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ പാസ്വേഡ് കൊടുക്കുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം? അത് കാണാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടൈപ്പ് പാസ്വേഡിന് ടെക്സ്റ്റ് ബോക്സ് അല്ല അതിന്റെ ടൈപ്പ്. ഇത് കാണുമ്പോൾ രണ്ടും ഒരുപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് എന്ന് തന്നെ തോന്നുമെങ്കിലും പാസ്വേഡ് ശരിക്കും ടെക്സ്റ്റ് ബോക്സ് അല്ല. അതെന്ത് ഫീൽഡാണ്? പാസ്വേഡ് ഫീൽഡാണ്. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ടൈപ്പ് മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുക്കണം? പാസ്വേഡ് എന്ന് എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടി. നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു പാസ്വേഡ് എൻ്റർ ചെയ്ത് നോക്കാം. ഇത് ഞാൻ ഓൾറെഡി റീലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. കണ്ടോ, ഇപ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ കറക്റ്റാണ് അല്ലേ? മാസ്ക് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ശരിയായിട്ട് കിട്ടി. അപ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് ശരിയായിട്ട് കിട്ടി. ഇനി അടുത്ത് നമുക്ക് എന്ത് നോക്കണം? ഒരു സബ്മിറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം അല്ലേ? ഒരു സബ്മിറ്റ് ബട്ടൺ നമുക്ക് അതും ചെയ്യാം. 2 ലൈൻ കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടെ കൂടി കിടക്കുന്ന പോലെ വരും. അപ്പം ഒരു BR ടാഗ് ഉപയോഗിച്ച് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തു. അടുത്ത BR ടാഗ് ഉപയോഗിച്ചിട്ട് അടുത്ത ലൈൻ എൻ്റർ ചെയ്തു. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ബട്ടൺ. സബ്മിറ്റ് ബട്ടൺ നമ്മളിവിടെ യൂസർ നെയിം പാസ്വേഡ് പോലെ എന്തെങ്കിലും എഴുതി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇൻപുട്ട് ടൈപ്പ് മാത്രം പറഞ്ഞാൽ മതിയായിരിക്കും. ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. ബട്ടന്റെ കേസിൽ എന്തായിരിക്കും? ടൈപ്പ് എന്തായിരിക്കും? ടൈപ്പ് ബട്ടൺ എന്ന് കൊടുത്താലും കുഴപ്പമില്ല. അല്ലാണ്ട് തിരിച്ച് നമുക്ക് എന്താണ്? സബ്മിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബട്ടൺ ഉണ്ട്. സബ്മിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൂടെ കൊടുക്കാം. അല്ലെങ്കിൽ ബട്ടൺ എന്ന് എഴുതിയാലും അവിടെ പ്രശ്നമൊന്നും വരുന്നില്ല കേട്ടോ, ഓർത്ത് വെച്ചേക്കുക. ടൈപ്പ് എന്താണ്? സോറി, നെയിം എന്താണ്? സബ്മിറ്റ് ആണ്. ഇനി വാല്യൂ എന്താണ്? അതും ഞാൻ സബ്മിറ്റ് എന്ന് തന്നെ കൊടുക്കുവാണ്. ക്യാപ്സിൽ കൊടുക്കാം. ഓക്കെ, നമുക്ക് ബട്ടൺ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സബ്മിറ്റ് ബട്ടൺ വന്നിട്ടുണ്ട്. ഇതാണ് ഒരു സിമ്പിൾ ലോഗിൻ പേജ് എന്ന് പറയുന്നത്. ABC എന്ന് ഇവിടെ കൊടുക്കാം. ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്തു, ദെൻ സബ്മിറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ സബ്മിറ്റ് ഇവിടെ കിടക്കുന്നതാണ് നമുക്കിവിടെ ഈ ബട്ടണിൻ്റെ മുകളിൽ പ്രിന്റ് ചെയ്ത് വരുന്നത് കേട്ടോ. ഇനി അതിന് ഞാൻ വേണമെങ്കിൽ മാറ്റി കൊടുത്ത് കാണിച്ചു തരാം. ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കാതെ ഞാനിവിടെ വേണമെങ്കിൽ ലോഗിൻ എന്ന് കൊടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ലോഗിൻ, ഈ വാല്യൂവിൻ്റെ സ്ഥലത്ത് ഞാൻ ലോഗിൻ ആണ് എഴുതുന്നതെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ ലോഗിൻ എന്ന് തന്നെ വരും. ഓക്കെ, ഇതാണ് ഒരു സിമ്പിൾ വെബ് പേജ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. വളരെ സിമ്പിളായിട്ട്, വളരെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു വെബ് പേജ്, ഒരു 2-3 ടെക്സ്റ്റ് ബോക്സും ബട്ടണും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും കൂടി പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇക്കൂട്ടത്തിൽ ഒരു കാര്യവും കൂടി ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? അപ്പം നമ്മളെല്ലാം വൈറ്റിലാണ് ചെയ്തത് അല്ലേ? അത് സെപ്പറേറ്റ് ക്ലാസ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഞാൻ എന്താണ് ഈ കൂട്ടത്തിൽ തന്നെ അതൊക്കെ പറഞ്ഞേക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനൊന്നുമില്ല. ഈ ബോഡി ടാഗ് എഴുതുന്നില്ലേ? ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട് ആയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ കളർ പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് കളർ പറയുന്നത്. അപ്പം ഞാനിവിടെ ബോഡി എന്ന് എഴുതി, അതിനകത്ത് സ്പേസ് ഇട്ടിട്ട് BGCOLOR കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ ഇസ് ഈക്വൽ ടു, നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അത് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ റെഡ് എന്ന് കൊടുത്തെന്ന് വിചാരിക്കാം. എന്താ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ പേജ് ഉണ്ട്, ഞാനൊന്ന് റീലോഡ് ചെയ്തു. അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറി. എന്താണ്? റെഡിൽ കിട്ടി. ഓക്കെ, നമുക്കിത് വേറെ കളർ കൊടുക്കാം. പിങ്ക് എന്ന് കൊടുക്കാം. പിങ്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ പേജിനെ നിങ്ങൾ കൂടുതൽ ഭംഗിയാക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇമേജ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ സെപ്പറേറ്റ് ഒരു ക്ലാസ് ചെയ്തു തരാം. അതേപോലെ തന്നെ ഈ ഫോണ്ടിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റുന്നത് എങ്ങനെയാണ് അതും കൂടി ഞാൻ ചെയ്തു തരാം. എന്നാൽ ഇത് വളരെ എൻ്റെ കാര്യമുള്ളൂ. കളറൊക്കെ മാറ്റി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഞാനൊരു ഗ്രീൻ കൊടുത്ത്, ഗ്രീൻ കണ്ടോ, ഒന്നുമില്ല. എന്നിട്ട് ഒരു കാര്യം ചെയ്യണ്ട. ഈ ബോഡി ടാഗ് എഴുതുമ്പം അതിൻ്റെ കൂടെ തന്നെ, അത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ
ബി ജി കളർ ഇസ് ഈക്വൽ ടു ബി ജി കളർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് വാല്യൂവും കൂടെ പറഞ്ഞാൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ അതും കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പം ഇതാണ് ലോഗിൻ പേജ് ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർക്ക് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.